2 ദിവസം സമയം കൊടുക്കുന്നു, ഒപ്പം മത്സരിക്കുമെന്ന് അൻവർ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് DMC. അതിനെങ്ങനെയാണ് കാണുന്നത്? അത് ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഇപ്പോൾ കുഞ്ഞാലി സാഹിബുമായിട്ട് അദ്ദേഹം ചർച്ച നടത്തിയിട്ടുണ്ട്. അപ്പോൾ ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്. അവിടെ ആ പ്രശ്നം പരിഹരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. ഈ UDF-ലേക്ക് എടുക്കാൻ എല്ലാ ഘടകകക്ഷികളും സംതൃപ്തരാണ്, അംഗീകരിക്കുന്നു. പിന്നെ എന്താ ഒരു പ്രശ്നമായി നിലനിൽക്കുന്നതാണ്? സ്വാഭാവികമായിട്ടും അതിലൊരു ചോദ്യം വരുമല്ലോ. ഈ അൻവർ ചോദിക്കുന്നു അതാണ്, എല്ലാവരും സമ്മതിച്ചെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നമ്മളെ പുറത്ത് നിർത്തുന്നു എന്നുള്ളൊരു ചോദ്യം. അൻവർ അതായത് ഇപ്പോൾ അവിടെ UDF-ൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ഇന്നിപ്പോൾ UDF-ൻ്റെ മീറ്റിംഗ് പിന്നെ നിലമ്പൂരിൽ നടക്കുന്നുണ്ട്. അതോടുകൂടി ഒരു തീരുമാനമാവും. പരിഹരിക്കാൻ പറ്റും എന്നാണ് പ്രതീക്ഷ. തീർച്ചയായിട്ടും പ്രശ്നം പരിഹരിക്കപ്പെടാനാവാത്ത പ്രശ്നമൊന്നും ഇപ്പോൾ നിലമ്പൂരിലില്ല. അത് അൻവറിൻ്റെ കാര്യത്തിലായാലും അല്ലാത്ത കാര്യത്തിലായാലും ഒക്കെ പരിഹരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോയി UDF നല്ലൊരു വിജയത്തിലേക്ക് അവിടെ തിരിച്ചു വരും. ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്ന് അൻവറിൻ്റെ ചോദ്യത്തിന് അൻവർ പറഞ്ഞത് മത്സരിക്കില്ല എന്നല്ല, അൻവർ പറഞ്ഞത് നോക്കട്ടെ എന്നാണ്. അതായത് ആ ഒരു ഭീഷണി നിലനിൽക്കുമാണ്. അതൊക്കെ നിങ്ങൾ അൻവറിനോട് ചോദിച്ചു. ഞാനിപ്പോൾ അതിനൊന്നും മറുപടി പറയുന്നില്ല. ഞങ്ങൾ അവിടെ ഇപ്പോൾ ഷൗക്കത്താണ് ഇപ്പോൾ അവിടെ UDF-ൻ്റെ സ്ഥാനാർത്ഥി. അദ്ദേഹത്തിൻ്റെ വിജയത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അവിടെ UDF-ൻ്റെ ഒരു ലക്ഷ്യം. നിലമ്പൂർ ശരിക്കും പറഞ്ഞാൽ ഈ അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു, ഒരു സൂചനയായിരിക്കും ഭരണത്തെ വിലയിരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ്. അതാ യെസ്, അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കും. അതായത് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ പരാജയത്തിൻ്റെ ഒരു സൂചനയായിരിക്കും. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വിജയം എങ്ങനെയാണ് വരാൻ പോകുന്നത്, അവിടെ കേരളത്തിലെ ഭരണവിരുദ്ധ വികാരം അത് അവിടെ ആഞ്ഞടിക്കുന്നുണ്ട്. അപ്പോൾ നിലമ്പൂരിൽ UDF-നെ സംബന്ധിച്ച് നല്ലൊരു ചാൻസാണ്. ഈ അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് ഒരു ആത്മവിശ്വാസത്തോടെ, അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് ഒരു ആത്മവിശ്വാസത്തോടെ ഞങ്ങൾക്ക് കടന്നു വരാനുള്ള നല്ലൊരു ചാൻസാണ് ഇപ്പോൾ നിലമ്പൂരിൽ. LDF-ന് അവിടെ മാത്രമല്ല, കേരളത്തിൽ തന്നെ പൊതുവെ ആത്മവിശ്വാസം കുറവുണ്ട് അവർക്ക്. അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ് തിരിച്ചു വരുമെന്ന പ്രതീക്ഷ അവർക്ക് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നിലമ്പൂർ വിധി എഴുതുമ്പോൾ LDF-ന്റെ പ്രോഗ്രസ് റിപ്പോർട്ടായിരിക്കും UDF-ന്റെ പ്രോഗ്രസ് റിപ്പോർട്ടായിരിക്കും? ഏതെങ്കിലും ഒരു റിപ്പോർട്ട് അവിടെ വരും. അത് UDF-ന് അനുകൂലമായ റിപ്പോർട്ടായിരിക്കും നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. അതെ അതെ, തീർച്ചയായിട്ടും. അല്ല, ഇവിടെ ഇപ്പോൾ ഞങ്ങളിപ്പോൾ രാജാവിൻ്റെ അതിഥികളായിട്ടാണല്ലോ തിരഞ്ഞെടുക്കപ്പെട്ടു പോകുന്നത്. അപ്പോൾ അവിടെ രാജാവിൻ്റെയും അതിന് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിച്ചത്. രാജാവിൻ്റെ ഒരു വീഡിയോ കോൺഫറൻസുമായൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിൽ ഇപ്പോൾ പിന്നെ സൗദി അംബാസഡർ അവിടെ വന്നിരുന്നു. അദ്ദേഹം ഞങ്ങളോട് സംസാരിച്ചു. അംബാസഡർ സ്ഥലത്തില്ല, അപ്പോൾ ഇൻചാർജാണ് വന്നിട്ടുള്ളത്. അദ്ദേഹം ഞങ്ങളോട് സംസാരിച്ചു. അതിൻ്റെ യാത്രാ സംബന്ധമായിട്ട് ഷെഡ്യൂളൊക്കെ അറിയിച്ചു. ഞങ്ങളെ അങ്ങോട്ടേക്ക് ഔദ്യോഗികമായിട്ട് അവർ ക്ഷണിച്ചു, സ്വാഗതം ചെയ്തു. ആ ഒരു പ്രൊസീജിയറാണ് നടന്നത്. അതെ അതെ, അതാണ് അത് ഇന്ത്യക്ക് കിട്ടുന്ന നല്ലൊരു അംഗീകാരമാണ്. വിവിധ രാജ്യങ്ങളിൽ നിന്നും അവരിങ്ങനെ പ്രതിനിധികൾ എടുക്കുന്നുണ്ട്, ഇന്ത്യയിൽ നിന്നും സ്വാഭാവികമായിട്ട് എടുക്കാറുണ്ട്. കേരളത്തിൽ ഞാനുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഒരു അബ്ദുൽ ലത്തീഫ് മദനി സാഹിബുണ്ട്, വേറൊരു ഷുഹൈബ് എന്ന് പറഞ്ഞ കണ്ണൂരിലെ ഒരു പ്രവർത്തകനുണ്ട്. 3 പേരാണ്. അതൊന്നും നടന്നില്ല. ഇല്ല, അതൊക്കെ ഗവൺമെൻറ് തലങ്ങളിൽ ചെയ്യുന്നതല്ല, അത് ഞങ്ങൾ ഇടപെടുന്നതല്ല.